ഒരു തവണ ചക്ക വീണപ്പോ മൊയില് ചത്തു എന്ന് പറഞ്ഞിട്ട് എപ്പോഴും അത് സംഭവിക്കുമെന്ന് വിചാരിക്കുന്ന വലിയ മുതലാളിയാണ് ഏറ്റവും വലിയ പൊട്ടൻ എന്ന് ഞാൻ പറയും. കൊലപാതകന്റെ ടാസ്ക് ഒക്കെ ബുദ്ധി ഉപയോഗിച്ച് കളിക്കേണ്ട ഒരു ഗെയിമാണ്. അത് നല്ല രസകരമാക്കാൻ പറ്റുന്ന ഒരു ടാസ്ക് ആണ്. കഴിഞ്ഞ ആഴ്ച പരകായ പ്രവേശത്തില് അർജുനും ജാസ്മിനും നല്ലപോലെ അഭിനയിച്ചു എന്ന് പറഞ്ഞു ഈ അവസരം അവർക്ക് കൊടുത്തിട്ട് അവര് ശരിക്കും അവരുടെ അവസരം വേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒന്നും ചെയ്യുന്നത് കണ്ടില്ല. വളരെ ബോറിംഗ് ആയിട്ടായിരുന്നു ഈ ഒരു ടാസ്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അഭിഷേകും ജിൻഡോയും കളത്തിൽ ഇറങ്ങുന്നത് വരെ വളരെ ബോറിംഗ് ആയിട്ടായിരുന്നു പൊക്കോണ്ടിരുന്നത്. അപ്പൊ അവര് വളരെയേറെ ആകാംക്ഷയോടെയാണ് ആ ഒരു ഗ്രേവ് യാർഡ് ഏരിയയിൽ കൂടി ഇങ്ങനെ കറങ്ങി നടന്നുകൊണ്ടിരുന്നത്. എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു പ്രോപ്പർട്ടീസ് ഒക്കെ ഉപയോഗിച്ച്. അവർക്ക് ഈ ഒരു അവസരം കൊടുത്തിരുന്നുവെങ്കിൽ ടാസ്ക് ഫാർ ബെറ്റർ ആയേനെ. അറ്റ്ലീസ്റ്റ് ഋഷിക്കും അഭിഷേകിനും കൊടുത്തിരുന്നുവെങ്കിലും ടാസ്ക് പൊളിച്ചടിക്കേനെ എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്. എന്തായാലും ജിൻഡോയും അഭിഷേകും കൂടി ഇപ്പൊ എല്ലാരെയും പ്രാങ്ക് ചെയ്തു കേട്ടോ. പ്രാങ്ക് ലൈറ്റ് ആയിട്ടൊന്ന് പാളിപ്പോയി. പക്ഷെ പ്രാങ്ക് എന്തായിരുന്നു പറയാം. കല്ലറയിൽ നിന്ന് അനക്കം വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ജിൻഡോ പോയി ഈ ഒരു സംഭവം അവതരിപ്പിക്കാൻ എല്ലാവരും വരും. അങ്ങനെ ഒരു പ്രാങ്കാണ് ഇവർ പ്ലാൻ ചെയ്തിരുന്നത്. ജിൻഡോയുടെ ഒരു ബുദ്ധി ഏത് ലെവലിലാണ് പോയത് എന്ന് ഓർത്തോണം. കല്ലറയുടെ ആ ഒരു ബോക്സ് എടുത്ത് മാറ്റിയിട്ട് അഭിഷേകിന്റെ മുകളിൽ അതെടുത്ത് വെച്ചു. പുള്ളി അവിടെ മലന്ന് കിടക്കുവാണ്. എന്നിട്ട് കല്ലറ തുറക്കുമ്പോൾ അഭിഷേക് ചത്ത പോലെ അതിനകത്ത് കിടക്കുന്നു. കൊലയാളികൾക്ക് പോലും കിട്ടാത്ത സ്ക്രീൻ സ്പേസ് ആണ് ജിൻഡോയ്ക്ക് കിട്ടിക്കൊണ്ടിരുന്നത് എന്നത് ഒരു പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ്, ഉറങ്ങിക്കിടന്ന ലൈവ് കുറെ കൂടി രസകരമായി കുറച്ച് സമയത്തേക്ക്. അപ്പം ഋഷി വന്നിട്ട് അത് പൊക്കി നോക്കി പ്രാങ്ക് പാളിപ്പോയെങ്കിലും ഐഡിയ കിടുവായിരുന്നു. പ്രോപ്പർട്ടീസ് ഒക്കെ യൂസ് ചെയ്ത് നൈസ് ഐഡിയ ആയിരുന്നു ഇത് കുറച്ചുകൂടെ എല്ലാവരും സഹകരിക്കുമായിരുന്നു. നല്ലപോലെ വർക്കൗട്ട് ആവേണ്ട ഒരു പ്രാങ്ക് ആയിരുന്നു. എന്തായാലും ഇതൊക്കെയാണ് ലൈവിനകത്ത്. ഫുൾ ചീറ്റി പോയിക്കൊണ്ടിരിക്കുകയാണ്. കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും